കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അടക്കമുള്ളവർ മൃതദേഹത്തെ അനുഗമിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ, കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള സ്വപ്നങ്ങൾ ചിറകിലേറി കുവൈത്തിലേക്ക് എത്തിയ ആളുകളുടെ ചേതനയറ്റ ശരീരമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത്. 7 ആളുകളാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും എത്തിയത്. ഇപ്പോൾ ആന്റണി ഉണ്ട്. ആന്റണി, ഇവിടെ പൊതുദർശനത്തിനുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറ്റ് മന്ത്രിമാരടക്കമുള്ളവർ മൃതദേഹം ഏറ്റുവാങ്ങും. വിശദാംശങ്ങൾ. അവർ അവസാനമായി എത്തിയിരിക്കുകയാണ്. ചടങ്ങുകളിൽ അകത്തെ കസ്റ്റംസിൻ്റെ അടക്കം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇപ്പോൾ കാർഗോ ടെർമിനലിന് മുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന ആ വേദിയിലേക്ക് അല്ലെങ്കിൽ ആ പന്തലിലേക്ക് എത്തിച്ചിരിക്കുന്നു. എല്ലാ മൃതദേഹങ്ങളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളും അവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി എല്ലാവർക്കും നൽകുന്ന ആ ഒരു ഘട്ടമാണ്. ഓരോന്നായ പെട്ടികളെല്ലാം 23 മൃതദേഹങ്ങളാണ് ഉള്ളത്. അങ്ങനെ അതെല്ലാം അവിടേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എയർ ഇന്ത്യ ജീവനക്കാരുടെ, എയർപോർട്ട് ജീവനക്കാരുടെ നേതൃത്വത്തിൽ അതെല്ലാം അവിടേക്ക് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വേദിയിലേക്ക് അവിടേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതായാലും കേരളം അക്ഷരാർത്ഥത്തിൽ കണ്ണീരണിയുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ നെഞ്ച് ഉലയ്ക്കുന്ന ഒരു കാഴ്ചയായി മാറുകയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ ചേതനയറ്റ ശരീരങ്ങളുടെ ആ ഒരു ദൃശ്യമെന്ന് പറയുന്നത്. കാരണം ഇതൊരു പ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മരണമല്ല. അപ്രതീക്ഷിതമായി ഒരു ഉറക്കത്തിലേക്ക് പോയവരാണ്. പലരും ജോലി കഴിഞ്ഞ് ആ ക്ഷീണത്തിലൊക്കെ ഉറങ്ങാൻ പോയ ആളുകളാണ്. അതിനു മുമ്പ് സ്വന്തം ബന്ധുക്കളോട് അവരന്നത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഭാവിയിലെ സ്വപ്നങ്ങളൊക്കെ പറഞ്ഞ് മക്കൾക്ക് മൊബൈൽ ഫോണും അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഒക്കെയാണ് അവർ അവിടെ ഈ ഫോണൊക്കെ വെച്ചത്. പ്രതീക്ഷയോടുകൂടിയാണ് അന്ന് ആ ഫോണൊക്കെ വെച്ച് അവർ അവിടേക്ക് ഈ ഉറക്കത്തിലേക്ക് പോയത്. പക്ഷേ അത് ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കുള്ള ഒരു യാത്ര പറച്ചിലായി മാറിയ ഒരു കാഴ്ച, അത് കേരളത്തെ ആ വാർത്ത കേട്ട ഓരോ മലയാളിയുടെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ഉലയ്ക്കുന്ന ഒരു കാഴ്ചയായി, തീരാത്ത ഒരു നോവായി അത് മാറുന്ന കാഴ്ച. അത് ആ നാടിനും ബന്ധുക്കൾക്കും മാത്രമല്ല, കേരളത്തിനൊന്നാകെ അതൊരു കണ്ണീരായി മാറി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം ഒന്നടങ്കം ആ വിമാനത്താവളത്തിൽ വേർപിരിഞ്ഞു പോയവരെ ഈ ദുരന്തത്തിൽ, അപ്രതീക്ഷിതമായ ദുരന്തത്തിൽ, ആ തീയിൽ ജീവൻ പൊലിഞ്ഞു പോയ ആ 23 മലയാളികളെ, 23 പേരെ അവർക്ക് അന്ത്യാഞ്ജലി നേരാൻ, അവർക്ക് അന്ത്യയാത്ര ചൊല്ലാനായി അവരവിടേക്ക് സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം അവിടേക്ക് എത്തിയിരിക്കുന്നതിന് പുറമെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുൻ മന്ത്രി വി മുരളീധരൻ അടക്കം നിരവധി രാഷ്ട്രീയ പ്രമുഖർ, MLA-മാർ അടക്കം, അതുപോലെ തന്നെ നാട്ടിലുള്ള ഈ മരിച്ച ഓരോരുത്തരുടെയും ബന്ധുക്കൾ, നാട്ടുകാരടക്കമുള്ളവർ അവിടേക്ക് എത്തിയിരിക്കുന്നു. തമിഴ്നാടിൻ്റെ 7 പേരുടെ കൂടി മൃതദേഹം എത്തിക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങാൻ തമിഴ്നാട്ടിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി തമിഴ്നാടിൻ്റെ ഒരു മന്ത്രി അടക്കം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഇതൊരു വലിയൊരു കേരളത്തിൻ്റെ ഒരു വലിയ ദുരന്തമായി, കേരളത്തിൻ്റെ ആകെ കണ്ണീരായി മാറുന്ന ഒരു കാഴ്ച ഒരു സമീപകാലത്തൊന്നും ഒരുപക്ഷെ നമ്മൾ ഇതുപോലെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും മൃതദേഹങ്ങൾ ഇങ്ങനെ നിരത്തി ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ഒരു കാഴ്ച, ഇത്രയും മൃതദേഹങ്ങൾ ഒരുമിച്ച് ഒരു പന്തലിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ കേരളം അടുത്തെങ്ങും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ ഇത് വല്ലാതെ നീറുന്ന, കണ്ണീരോർമ്മയാകുന്ന, കണ്ണീരണിയിക്കുന്ന ഒരു കാഴ്ചയായി ഇത് മാറുന്നത് എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഈ മൃതദേഹങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ, ഇനി ചേതനേറ്റ ശരീരം ഒരു നോക്ക് കാണാൻ ഇനിയും കാത്തിരിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ പലരും ഈ വാർത്ത വന്ന ഘട്ടത്തിലൊക്കെ, അതായത് കുവൈറ്റിൽ തീപിടുത്തമുണ്ടായ ഘട്ടത്തിലൊക്കെ എല്ലാ വീടുകളിലും ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവരുടെ വീടുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് തങ്ങളുടെ ഉറ്റവർ ഇതിൽ ഉണ്ടാവരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു പല വീടുകളിലും പലർക്കും ഉണ്ടായിരുന്നത്. പലരും ആ പ്രതീക്ഷ തന്നെ നിലനിർത്തി പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് പല വീടുകളിലേക്കും മരണവാർത്ത എത്തുന്നത്. പലരെയും അറിയിച്ചിട്ടില്ല. പല വീടുകളും, രഞ്ജിത്തിൻ്റെയൊക്കെ വീട്ടിൽ 2 ദിവസത്തിന് ശേഷമാണ്, ഈ ചെർക്കള സ്വദേശി രഞ്ജിത്തിൻ്റെ വീട്ടിലൊക്കെ അന്നൊന്നും ബന്ധുക്കളെ അറിയിച്ചില്ല. അടുത്ത ദിവസങ്ങളിലാണ് അത് ബന്ധുക്കളെ അറിയിക്കുന്നത്. പലരെയും വീടുകളിൽ ബന്ധുക്കൾ ഈ മരണവാർത്ത ഇപ്പോഴും അറിയാത്ത വീടുകളുണ്ട് എന്നുള്ളതാണ്. പലരെയും അത് അറിയിക്കാനുള്ള ശക്തി നാട്ടുകാർക്കില്ല. കാരണം
അവരൊരിക്കലും ഈ മരണം പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. കോട്ടയത്തേക്ക് പോകുമ്പോൾ ഈ കോട്ടയം സ്വദേശി സ്റ്റെഫിൻ 29 വയസ്സാണ്. 6 വർഷം മുമ്പാണ് സ്റ്റെഫിൻ കുവൈറ്റിൽ NBTCയുടെ കമ്പനിയിൽ ജോലിക്കായി പോകുന്നത്. സ്റ്റെഫിൻ ഒരു വീട് വെച്ചിരുന്നു. വളരെ ആഗ്രഹത്തോടെ ഒരുപാട് ജോലി ചെയ്ത് സ്റ്റെഫിൻ ഉണ്ടാക്കിയ ഒരു വീടാണ്. സ്റ്റെഫിൻ്റെ ആ വീടിൻ്റെ താമസം അടുത്ത മാസത്തേക്ക് വെക്കുന്നു. പുതിയ കാറ് സ്റ്റെഫിൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും സ്റ്റെഫിന് കാണാൻ കഴിയാതെ സ്റ്റെഫിൻ വലിയൊരു വേദനയായി. വീട്ടുകാരുമൊക്കെ അത് തന്നെയാണ്, നാട്ടുകാരുമൊക്കെ പറയുന്നതും ആ ഒരു കാര്യമാണ്. അങ്ങനെയാണോ പലരുടെയും കാര്യങ്ങളെന്ന് പറയുന്നത്. പലരും വീടൊക്കെ തറയൊക്കെ കെട്ടി ആണ് പോയത്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ ജോലി കൊണ്ട് ആ വീടൊന്ന് തറ കെട്ടണം, അല്ലെങ്കിൽ അത് വീട് പൂർത്തിയാക്കണം, ആ വീട്ടിൽ താമസിക്കണം എന്നുള്ള മോഹമൊക്കെ ആയിട്ടാണ് പലരും ഈ വിദേശത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ മക്കളുടെ പഠനം, മക്കളെ കൂടുതൽ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് കൂടുതൽ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള സ്വപ്നമൊക്കെ ആയിട്ടാണ് ഈ മരണത്തിലേക്ക് പോയ പലരും ഈ വിമാനം കയറി കഷ്ടപ്പാടുകൾക്കിടയിലും ഈ പ്രതിസന്ധികൾക്കിടയിലും ഒക്കെ അവരവിടെ പോയി ജോലി ചെയ്തത്. കഴിഞ്ഞ ദിവസം ചാവക്കാട് മരിച്ച ബിനോയ് തൃശ്ശൂരിലൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ആദ്യം സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. ബിനോയുടെ വീട് ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആ വീടൊന്ന് പണി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബിനോയ് കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ്, 1 മാസത്തിന് മുമ്പോ മറ്റോ ആണ് ബിനോയ് ഇവിടെ നിന്ന് അവിടേക്ക് പോകുന്നത്. പക്ഷേ ബിനോയ് അന്ന് രാത്രി 2:30 വരെ ഭാര്യയോട് സംസാരിച്ച ശേഷമാണ് ഉറങ്ങാൻ പോയത്. അതിനുശേഷമാണ് ഈ മരണവാർത്ത വീട്ടുകാരെ തേടി എത്തുന്നത്. അത്തരത്തിൽ ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. അത് നോവുന്ന കഥകളാണ് പലരുടെയും. ഞാൻ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പലരും, ഓരോ പ്രവാസിയും വിമാനം കയറുന്നത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക, ബന്ധുക്കളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ പല സ്വപ്നങ്ങളുമായാണ് പലരും കയറുന്നത്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു ദുരന്തമായി മരണം അവരെ തേടിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഏതായാലും കേരളം അത് കേരളത്തിൻ്റെ ദുഃഖമായി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി രാജ്വർദ്ധൻ സിംഗും വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഈ ദുരന്തമുണ്ടായ ആ ദിവസം തന്നെ അദ്ദേഹം അവിടേക്ക് പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ, പരിക്കേറ്റവർക്ക് ചികിത്സ നടത്താനുള്ള നടപടികളൊക്കെ നടപ്പാക്കിയത്. ഇന്നലെ അദ്ദേഹം കുവൈറ്റിൻ്റെ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെയാണ് ആ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ഉറപ്പ് കുവൈറ്റിൻ്റെ വിദേശകാര്യമന്ത്രി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്ക് നൽകുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി, ഒരുപക്ഷെ ഇന്നലെ രാത്രി വരെ അത്തരമൊരു ഉറപ്പ് ഉണ്ടായിരുന്നില്ല. എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ മരിച്ച 45 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. അവരുടെ എല്ലാ മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുങ്ങി. അങ്ങനെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായുള്ള വ്യോമസേനയുടെ പ്രത്യേക വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടത്. അങ്ങനെ ആ വിമാനത്തിൽ കേന്ദ്ര സഹമന്ത്രി രാജ്വർദ്ധൻ സിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇപ്പോൾ അവിടെ ഈ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കാണാം. LDFിൻ്റെ കൺവീനർ EP ജയരാജനുണ്ട്. അതുപോലെ തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന V മുരളീധരനുണ്ട്. അതുപോലെ തന്നെ MLA മാരുണ്ട്, MP മാരുണ്ട്. ഹൈബിയുടെ MP ഉണ്ട്. അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ MP ഉണ്ട്. അത്തരത്തിൽ MP മാർ, MLA മാർ, ജില്ലയിലെ എറണാകുളം ജില്ലയിലെ ജനപ്രതിനിധികൾ, അതിന് പുറമെ ഈ മരിച്ച ഓരോ ജില്ലകളിലെയും പ്രധാനപ്പെട്ട ജനപ്രതിനിധികൾ അടക്കമുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും എല്ലാ മൃതദേഹങ്ങളും അവിടെ ഇപ്പോൾ 23 മൃതദേഹങ്ങളും അന്ത്യയാത്രയ്ക്ക് അല്ലെങ്കിൽ അന്ത്യാഞ്ജലി നൽകാനായി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നു. അവിടേക്ക് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ബഹുമതി, സംസ്ഥാനത്തിൻ്റെ ആദരം, സംസ്ഥാനത്തിൻ്റെ അന്ത്യാഞ്ജലി അവർക്ക് നൽകും എന്നുള്ളതാണ്